ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിങ് ഇൻ ബാൺസ്ലി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഹൗ ടു മേക്ക് റൊട്ടിന്ന്. അപ്പം ആ റൊട്ടി ഉണ്ടാക്കിയ ആ സമയത്ത് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു ആട്ട കുഴയ്ക്കുന്നതും കൂടെ കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവർക്കും ആട്ട കുഴയ്ക്കാൻ അറിയാം, പക്ഷേ കുറച്ച് പാടാണ്. തുടക്കത്തിൽ എല്ലാവർക്കും എല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ഓക്കെ ആവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആട്ട എന്ന് പറയുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ് കേട്ടോ, ഗോതമ്പ് പൊടി. അപ്പം ഇത് മൾട്ടിഗ്രെയിൻ്റെ ഗോതമ്പ് പൊടിയൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആയിരിക്കും. ഇത് പ്ലെയിൻ ഗോതമ്പ് പൊടിയാണ്, നമുക്ക് മൾട്ടിഗ്രെയിൻ ഒന്നും ഇഷ്ടമല്ല. ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നു. കുഴച്ച് പഠിക്കുന്നവർ കുറച്ച് എടുക്കും. ഇനി ഇതിലോട്ട് ഒരു സ്പൂണിന് ഉപ്പിടുന്നു. ഉപ്പിട്ട് കഴിഞ്ഞ് വൃത്തിയുള്ളൊരു കൈ കൊണ്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, കൈ കഴുകിയിട്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ഒരു വാം വാട്ടർ, വെറും തണുത്ത വെള്ളമല്ല, ഒരു ചെറിയൊരു വാം വാട്ടർ എടുക്കുക, ലൂക്ക് വാം വാട്ടർ. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മൊത്തം അങ്ങ് ഇതാക്കാൻ ശ്രമിക്കേണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് എത്രത്തോളം നിങ്ങളെ കൊണ്ട് മുകളിലത്തെ പാട്ട് കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയും കുഴയ്ക്കുക. അപ്പം നമ്മൾ ആദ്യം ആ മുകളിലത്തെ ഭാഗം ഒന്ന് കുഴച്ചുണ്ടല്ലോ, എത്ര നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഭാഗത്തിന് കുഴച്ച് അതിനെ സൈഡിലോട്ട് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗത്തിൽ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് കുഴയ്ക്കാൻ നോക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോകുന്നതും കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പം എത്ര പാട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നോ അത്രയും നമ്മൾ ആദ്യം ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഒരു പാർട്ടൂടെ ഒന്ന് എൻ്റെ കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ. അപ്പോൾ അധികം വെള്ളം അതിനകത്താകുന്നില്ല, ഇപ്പോൾ ഒരു മീഡിയം ഇതിനകത്താകുന്നുള്ളൂ. അപ്പോൾ അതും എടുത്ത് മാറ്റി. ഇനി ഒരു കുറച്ചുകൂടെ ഉണ്ട്, അതിനെയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ മൊത്തമായിട്ടങ്ങ് കുഴച്ചെടുക്കുക. അപ്പം ഞാനിത് 3 പാർട്ടായിട്ട് കുഴച്ചെടുത്ത്, ഇങ്ങനെ 3 പാർട്ടായിട്ട്. ഇനി ഈ 3ഉം കൂടെ ഒരുമിച്ചങ്ങ് വെക്കുക. ഇനിയിപ്പം വരുമ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റാവും. ഇനി നമുക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രം ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിനെ 3നെയും കൂടെ ഒരുമിച്ചങ്ങ് കുഴയ്ക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊന്നും ഞാൻ പെർഫെക്റ്റ് ആയിട്ടെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല കേട്ടോ, ഇതൊക്കെ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുക, അവർക്ക് ഇതിനെപ്പറ്റി ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മൾക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണ്, അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഓവറോൾ ഒന്ന് തളിച്ച് വീണ്ടും നമുക്കതിനെ അകത്തോട്ടിങ്ങനെ ഇതാക്കി കുഴച്ചെടുക്കുക. ഇത് നമ്മളുടെ കൈക്കൊക്കെ നല്ലൊരു എക്സസൈസ് ആകട്ടെ. ഇപ്പം ഇത് ഓൾമോസ്റ്റ് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറുതായിട്ട് എണ്ണ കയ്യിലോട്ട് എടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ചുറ്റിനും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ എണ്ണ കൊണ്ട് തന്നെ ഇതിനെ ഫുള്ളായിട്ട് എടുത്ത് ഈ 3 പാർട്ടായിട്ട് വെക്കുമ്പോൾ നോക്കി ഈ പാത്രത്തിൻ്റെ എങ്ങും തന്നെ ആട്ട ഒട്ടിപ്പിടിച്ചിട്ടില്ല, നമ്മുടെ കയ്യിലും വരത്തില്ല. കയ്യിലുള്ളതൊക്കെ ഇതിലോട്ട് തന്നെ അങ്ങ് ആയിക്കോളും. അപ്പോൾ ഈ ആട്ട കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആട്ട കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും പൊറോട്ട ഉണ്ടാക്കാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര അതിൻ്റെ റൊട്ടിയുടെ എഡ്ജസ് ഒന്നും ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവറേലും ആട്ട കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടിയോ പൊറാട്ടയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുത്തു. ഇതിനകത്ത് അധികം വെള്ളവും ഇല്ല. ഇത് ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഗോതമ്പ് പൊടി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കുന്നതെന്ന് എല്ലാവരും പഠിച്ചു. ഇത് നിങ്ങൾക്ക് കുറേയേറെ കുഴച്ച് വെക്കുവാണെങ്കിൽ ഇങ്ങനെ പാർട്ടായിട്ട് കുഴച്ചിട്ട് ഒരുമിച്ചാക്കി വീഡിയോ ഹസ്ബൻഡുമാരെ കാണിച്ചു കൊടുക്കുക, അവരുടെ നിന്ന് ഹെൽപ്പ് വാങ്ങിക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുറേ തവണ നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് റെഗുലർലി ചപ്പാത്തിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേനും രാവിലെ എടുക്കുമ്പോഴത്തേക്കിനും ഒരു പക്ഷേ ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആട്ട. അപ്പം ഒന്നെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ എടുത്ത് വെളിയിൽ വെക്കുക. ഇല്ല, ഇനി നമുക്ക് അതിന് സമയമില്ലെങ്കിൽ എത്രത്തോളം എടുക്കണോ അതിൽ നിന്ന് ആ പാട്ട് എടുത്തിട്ട് മൈക്രോവേവിനകത്ത്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞു, ഡീഫ്രോസ്റ്റ് എന്നുള്ള ഓപ്ഷനകത്ത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡോ അധികം നേരം വെക്കരുത്. അതിൻ്റെ ഇതിൻ്റെ ഔട്ട്സൈഡ് ഫുള്ള് കുറച്ച് റഫായിട്ട് പോകും. അപ്പം ജസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് വെച്ച് 10 സെക്കൻഡ് വെച്ചിട്ട് ആദ്യം നോക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് റൊട്ടി ഉണ്ടാക്കാം. അപ്പം
ഇതാണ് ഒരു സിമ്പിൾ എങ്ങനെയാണ് ആട്ട കുഴക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.